ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ലൈവ് ഇടയിൽ വെച്ച് കട്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം റജബ് 27 ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും നമ്മിൽ നിന്നും ഈ റജബിന്റെ നോമ്പുകളും മറ്റൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ റജബിന്റെ ദിവസം ഒരുപാട് നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ റജബിന്റെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഫത്താവൽ ഖുബറയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ ദിവസം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റിസാലത്ത് നൽകിയ ദിവസം, നമുക്കൊക്കെ ഏറ്റവും വലിയ സമ്മാനമായ നിസ്കാരം നൽകിയ ദിവസം, ഇത്രയും സുന്ദരമായ ദിവസത്തിൽ ഒരു നന്മ ചെയ്യുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. പല ആളുകൾക്കും അത് നോമ്പെടുക്കേണ്ട ആവശ്യമുണ്ടോ, അത് നിർബന്ധമുണ്ടോ, അതൊന്നും കൂലിയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കുന്ന മനുഷ്യന്മാരുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്. പലപ്പോഴും ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാല് റജബ് മാസം മുഴുവൻ നോമ്പെടുക്കൽ സുന്നത്താണ്. 27 പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിച്ച അടിസ്ഥാനത്തിൽ നോമ്പെടുത്താൽ അതിന് വലിയ കൂലിയുണ്ട്. നമുക്ക് മുമ്പ് കടന്നുപോയ മഹാന്മാര് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ അതേപോലെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ സ്വന്തമായിട്ട് ഇത്തിബാ ചെയ്യേണ്ട ആവശ്യമില്ല, അത്രമാത്രം ഇൽമു നമുക്കില്ല. ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നുണ്ട്, റജബ് മാസം 27 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. അപ്പൊ നമുക്ക് കടന്നുപോയ ഒരുപാട് മഹാന്മാരുണ്ടല്ലോ, ആ മഹാന്മാരായ ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതർത്ഥം അത്രമാത്രം മഹത്വമുണ്ട് എന്നുള്ളതാണ്. മിഅ്റാജ് എത്ര നോമ്പിന്റെ മഹത്വം വ്യക്തമാക്കുന്ന ഹദീസ് 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായ ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യയിൽ പറയുന്നുണ്ട്. എന്താണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആരെങ്കിലും റജബ് 27 നോമ്പ് അനുഷ്ഠിച്ചാൽ 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അവർ നൽകപ്പെടും. ഇതേ സംഭവം തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഗുനിയയിലും പറയുന്നുണ്ട്. അതേപോലെ തന്നെ റജബ് 27 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് ബാജൂരിയിലും ഫത്ഹുൽ അല്ലാമയിലും ഇആനത്തിലും പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം, നമുക്ക് മുമ്പ് കടന്നുപോയ മഹാന്മാരായ ആളുകൾ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരൊക്കെ വലിയ ഇജ്തിഹാദ് ചെയ്യുന്ന വലിയ മഹാന്മാരായ ആളുകളാണ്. അവര് പറയുന്നു, നമ്മൾ ചെയ്യുന്നു. കാരണം അവര് പറയുന്ന കാര്യം പൂർണ്ണമായും അനുസരിക്കുക എന്നുള്ളത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമുക്ക് അതേ പ്രതിഫലം ലഭിക്കും എന്ന വിശ്വാസം നമുക്കുണ്ട്. ചില ആളുകൾക്കുണ്ടാവും റബീഉൽ അവ്വൽ മാസം പരിപാടി നടത്തിയ പ്രശ്നമാണ്, മൗലിദ് ചൊല്ലിയാല് പ്രശ്നമാണ്, മുർദ് ചൊല്ലിയാല് ശിർക്കാണ്, എന്തെങ്കിലും മദ്ഹ് പാടിയ അത് വലിയ ഹറാമാണ്. എന്നാലോ ബാക്കിയുള്ള ഏത് ആഘോഷങ്ങൾ ആഘോഷിച്ചോ ഒരൊറ്റ അക്ഷരം കൊണ്ടുവിടാം, നബി തങ്ങളെ മദ്ഹ് പാടല് ശിർക്കാണ്. എന്നാലോ ഹറാമായ പല കാര്യങ്ങളും ഈ ദുനിയാവിൽ ഉണ്ടായിട്ടും, ഹറാം എന്ന് പറഞ്ഞ പല ഹറാമുകളും ഈ ദുനിയാവിലുണ്ട്. ഇസ്ലാം ഇതര ഒരുപാട് ആഘോഷങ്ങളുണ്ട്, ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. അത് ഹിന്ദുക്കളതാവട്ടെ, ക്രിസ്ത്യൻസിന്റെ ആവട്ടെ, മറ്റേത് മതത്തിന്റെ ആവട്ടെ, ആ മതത്തിന്റെ ആചാരങ്ങൾ അനുസരിച്ചുള്ള ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് അതിന്റെ ആഘോഷങ്ങൾ പങ്കുചേർന്നുകൊണ്ട് അതിൽ പാട്ടും കൂത്തുമായി നടന്നാൽ പോലും ആർക്കും പരാതിയോ പരിഭവങ്ങളോ ഇല്ല. മറിച്ചോ
റബീഉൽ അവൽ മാസം ബൈത്ത് ചൊല്ലിയ പ്രശ്നം, മുഹറം മാസം ചൊല്ലിയ പ്രശ്നം, അസ്മാഉൽ ബദർ ചൊല്ലിയ പ്രശ്നം, അല്ലെങ്കിൽ ഈ റജബിന് നോമ്പെടുത്ത പ്രശ്നം. ഇങ്ങനെ വരുന്ന ഒരു സമുദായം നമ്മിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊന്നും ദീന് വളർത്താൻ വന്ന ആളുകളല്ല എന്ന് കൃത്യമായി അറിയാലോ. മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുന്ന, മനുഷ്യന്മാരെ പരസ്പരം തീവ്രവാദികളും ഭീകരവാദികളും ആക്കാൻ ശ്രമിക്കുന്ന ഒരു സമുദായം നമ്മിൽപ്പെട്ട ചില ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാരണം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് സമുദായത്തിലും സന്തോഷമായി ജീവിക്കേണ്ട രീതികളും ആ സമുദായത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതറിയാതെ ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിന്റെ മുമ്പിൽ ചുമക്കുന്ന ആളുകളുണ്ട്, ഒരു മൈക്കിന്റെ മുമ്പിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ആളെ ഞാൻ പറയുന്നില്ല. അവർക്ക് വിചാരം എന്താണ്? അവർ വലിയ ഇൽമിന്റെ കൊട്ടാരങ്ങളാണ് എന്നാണ്. പാടുജാഹിലികൾ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇസ്ലാമിന്റെ മോശവശങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇതൊരു മനുഷ്യനുണ്ടാക്കിയ മതമല്ല. അതുകൊണ്ടാണ് കുറെ മനുഷ്യന്മാർ കൂടി ഉണ്ടാക്കിയ നമുക്ക് മതം ഉണ്ടാക്കിയാലോ ഒന്നുണ്ടാക്കിയ മതമല്ല, അല്ലെങ്കിൽ മറ്റുള്ള ജിന്നുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഉണ്ടാക്കിയ മതമല്ല. ഇത് ഏകനായ അല്ലാഹു അവന്റെ മതമാണ്, അവൻ പഠിപ്പിച്ച മതമാണ്, അവന്റെ കലാമാണ്. നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, എന്നിട്ട് പോലും എങ്ങനെയാണ് ഇങ്ങനെയുള്ള അറിവുകൾ ലഭിച്ചത്? ഇസ്രാ മിഅ്റാജിന്റെ വിഷയം പറയുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മുടെ യുക്തിക്കനുസരിക്കുന്ന രൂപത്തിലായിരുന്നില്ല അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്ര. അത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഇസ്രാ മിഅ്റാജിന്റെ രീതികളൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് വെറുതെ പറയാൻ സാധിക്കില്ല എന്ന് ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാകും. അതാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ അല്ലാഹുവിന്റെ കയ്യിൽ നിന്നും നമുക്ക് വാങ്ങി തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മൾ ഇന്ന് 5 വക്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരം എന്ന് പറയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനും റഹീമുമായ അല്ലാഹ് ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ സംബന്ധിച്ചവർക്ക് വലിയ ഖൈറും ബറക്കത്തും നീട്ടി കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഈ മിഅ്റാജ് ഇസ്രാ മിഅ്റാജിന്റെ രാവ് റജബ് 27 രാവ് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണം റഹ്മാനേ. ഒരുപാട് അനവധി ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാ രീതിയിലും വലിയ സന്തോഷവും സമാധാനവും നൽകണം അല്ലാഹ്. ഹലാലായ മുറാദൊക്കെ നീ ഹാസിലാക്കണം അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ഓതിയ ഫത്തിഹയുടെയും അസ്മാഉൽ ഹുസ്നയുടെയും അസ്മാഉൽ ബദറിന്റെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹ് 2 ലോകവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. എവിടെയും നീ പരാജയപ്പെടുത്തല്ല അല്ലാഹ്.
അള്ളാഹുവെ മരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മുന്നിൽ ചെന്നുകൊണ്ട് യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നൽകല്ല അള്ളാഹുവെ റഹ്മാനും റഹീമുമായ അള്ളാഹ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കി തരണം റഹ്മാനെ. അള്ളാഹു വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല സ്വാലിഹീങ്ങളായ ഇണകളെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളും റഹ്മാനെ. അള്ളാഹുവെ ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നീ പ്രദാനം ചെയ്യണം എല്ലാ രീതിയിലും വലിയ ഖൈറും ബറക്കത്തും നീ ഏറ്റി കൊടുക്കണം അള്ളാഹുവെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരാക്കണം റഹ്മാനെ. ബിദ്അത്തിന്റെ കക്ഷികളാക്കല്ല ദീനിൽ നിന്നും പുറത്തു പോകുന്നവരാക്കല്ല നിഷേധിക്കുന്നവരാക്കല്ല അള്ളാഹുവെ റഹ്മാനും റഹീമുമായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന നിരവധി അനവധി ആളുകളുണ്ട്. ആഫിയത്തോടെ ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം അള്ളാഹുവെ എല്ലാ മനസ്സിന്റെയും ശരീരത്തിന്റെയും എല്ലാ രോഗങ്ങളും റബ്ബേ നീ ആജിലായ താമായ ശിഫാ നീ പ്രദാനം ചെയ്യണം അള്ളാഹുവെ റഹ്മാനും റഹീമുമായ എവിടെയും നീ ഇടങ്ങാറാക്കി കളയല്ല ഞങ്ങൾ ചെയ്തു പോയ പാപത്തിന്റെ കടുപ്പം കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അള്ളാഹുവെ റഹ്മാനും റഹീമുമായ ഹറാമു ചെയ്യുന്ന കൈകളും ഹറാമ കാണുന്ന കണ്ണുകളും ഹറാമു ചിന്തിക്കുന്ന മനസ്സുകളും ഹറാം പറയുന്ന നാവുകളും ഹറാമിലേക്ക് നടക്കുന്ന കാലുകളുമാക്കല്ല അള്ളാഹുവെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ റജബിന്റെ ദിവസം നിസ്കാരം സമ്മാനമായി കൊടുത്ത എല്ലാ വക്തും കൃത്യമായി ഖളാ ആകാതെ നിസ്കരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അള്ളാഹുവെ റഹ്മാനും റഹീമായ നിസ്കാരം ഉപേക്ഷിക്കുന്നവരാക്കല്ല നോമ്പ് ഉപേക്ഷിക്കുന്നവരാക്കല്ല സക്കാത്ത് കൊടുക്കാത്തവരാക്കല്ല അള്ളാഹുവെ നന്മകൾ ചെയ്യാത്ത മനസ്സുകളാക്കല്ല അള്ളാഹുവെ റഹ്മാനും റഹീമുമായ അള്ളാഹുവെ കടമില്ലാത്ത രീതിയിൽ നാളെ മരിക്കുന്ന തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. കടക്കാരാക്കി മരിപ്പിക്കല്ല അള്ളാഹുവെ നിന്നെ മറന്നു പോകുന്ന സമ്പത്ത് ഞങ്ങൾക്ക് നൽകല്ല കുഫ്രത്തിലേക്ക് എത്തിക്കുന്ന ദാരിദ്ര്യം ഞങ്ങൾക്ക് നൽകല്ല അള്ളാഹുവെ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന നിരവധി അനവധി ആളുകളുണ്ട് ശാരീരികവും മാനസികവും സാമ്പത്തികമായി അഭിവൃദ്ധി നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ എല്ലാ രീതി സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും അസൂയയിൽ നിന്നും ചതിയിൽ നിന്നും വർഗീയവാദികളുടെയും തെമ്മാടുകളുടെയും ഫിത്രയിൽ നിന്നും ഫസാദിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണം അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ വീട്ടിലും വാഹനത്തിലും ഭാര്യസന്താനങ്ങളും മക്കള് അള്ളാഹു എല്ലാ ഖൈറിലും വലിയ ഖൈർ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. വലിയ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ബറക്കത്തില്ലാത്ത ഒന്നും ഞങ്ങൾക്ക് നൽകല്ല അള്ളാഹുവെ റഹ്മാനും റഹീമായ രണ്ട് ലോകവും നീ വിജയിപ്പിക്കണം അള്ളാഹുവെ നാളെ മരിക്കുന്ന സമയത്ത് റബ്ബേ ഈമാനോടെ നീ മരിപ്പിക്കണം ആഖിബത്ത് നീ മോശമാക്കല്ല ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി ലോകത്തിന് വിട പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അള്ളാഹുവെ റഹ്മാനും റഹീമുമായ ഞങ്ങളുടെ എല്ലാ കാര്യവും നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഈ മജ്ലിസിൽ സംബന്ധിക്കുന്നവരെ മനസ്സറിയാവുന്ന അള്ളാഹു അവരെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. അള്ളാഹുവെ ഈ അസ്മാഉൽ ഹുസ്ന ഈ അസ്മാഉൽ ബദ്രക്ക് വലിയ പവിത്രതയുള്ളതാണെന്ന് ഞങ്ങൾക്കെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അള്ളാഹു ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യവും ഹലാലായ മുറാദും നീ ഹാസിലാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ആർക്കും ക്യാൻസർ നൽകല്ല അറ്റാക്ക് നൽകല്ല കിഡ്നി ഫെയിലാക്കല്ല അള്ളാഹു ഞങ്ങൾ ആരെയും റബ്ബേ ചിന്നിച്ചിതറി മരിച്ചു പോകുന്ന അപകടത്തിൽ പെടുത്തല്ല അള്ളാഹുവെ റഹ്മാനും റഹീമായ ജോലിയില്ലാത്തവർക്ക് നല്ല ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണം അള്ളാഹുവെ ഹലാലായ സമ്പാദ്യം കൊണ്ട് കുടുംബം പോറ്റാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അള്ളാഹുവെ റഹ്മാനും റഹീമായ ഈ മജ്ലിസിൽ കൃത്യമായി സംബന്ധിക്കുന്ന നിരവധി അനവധി ആളുകളുണ്ട് അവർക്കെല്ലാം നമ്മുടെ മനസ്സറിയാവുന്ന റബ്ബേ അവരെല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണം റഹ്മാനെ. അവരുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബറിനെ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണം അള്ളാഹു ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിന്നും മരിച്ചവരുടെ ഖബറിനെ സ്വർഗത്തിന്റെ ഭാഗമാക്കണം മുത്ത് റസൂലുള്ളാഹിയുടെ തർബിയത്തുള്ള ഖബറാക്കണം അള്ളാഹുവെ മലക്കുകൾ സന്തോഷിപ്പിക്കുന്ന ഖബറാക്കണം അള്ളാഹുവെ റഹ്മാൻ റഹീമായ ഞങ്ങൾ മരിച്ചു കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ദിക്ർ ചൊല്ലാൻ യാസീൻ ഓതാൻ തഹ്രീർ ചൊല്ലാൻ നല്ല നല്ല മക്കളെയും ശിഷ്യന്മാരെയും കൂട്ടുകാരെയും പ്രവർത്തകരെയും നീ ഞങ്ങൾക്ക് നൽകണം
അല്ലാഹുവേ റഹ്മാനും റഹീമായ അല്ലാഹ് ഈ മജ്ലിസ് നീ പരിപൂർണമായും സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനും റഹീമായ അല്ലാഹ് ഇഖ്ലാസോടെ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ എല്ലാ കാര്യവും നീ ഏറ്റെടുക്കണം റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറ ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖ്ഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. പ്രിയമുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.